Yes. Now I teach you something about forms of be. Be. Forms of be. B യുടെ രൂപങ്ങൾ. Which are the forms of B? B യുടെ ഫോംസ് നമുക്ക് അറിയാം, പക്ഷെ അത് B യുടെ ഫോംസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് ഈ ഫോംസ് ഓഫ് ബി. അപ്പോൾ ഇതൊന്ന് പഠിച്ചതിന് ശേഷം ഏതൊക്കെയാണ് ഫോംസ് ഓഫ് ബി, ബിയുടെ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകളാണ് ഈ ഫോംസ് ഓഫ് ബി എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നോക്കാം. ഹെഡിങ് എഴുതണം, നമ്മൾ എഴുതണം, ഇപ്പോൾ എഴുതണ്ട, ഇപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, അതിന് എഴുതാൻ സമയം തരും കേട്ടോ. ഫോംസ് ഓഫ് ബി അതൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ഫോംസ് ഓഫ് ബി. ബി ആൻഡ് ഇറ്റ്സ് ഫോം. ബി ആൻഡ് ഇറ്റ്സ് ഫോംസ്. മലയാളത്തിൽ നമ്മൾ ബിയുടെ രൂപങ്ങൾ എന്ന് ഓർത്താൽ മതി. ഫോംസ് ഓഫ് ബി ഏതൊക്കെയാണ് ഫോംസ് ഓഫ് ബി എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഈസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? നമുക്കറിയാം അതിനെ കുറിച്ച് അല്ലേ. ഇനി നോക്കൂ, ആം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ പറയാറുള്ളതാണ് അല്ലേ. അതുപോലെ എ ആർ ഇ, ആർ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടെന്നുള്ള നമ്മൾ പറയാറുള്ളതാണ് അല്ലേ. അതെ അതെ അതെ. ഇനി നോക്കൂ, വാസം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആയിരുന്നു വിളിക്ക്. WERE, വെയർ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, നമ്മൾ പറയാറുണ്ട് അല്ലേ. പ്ലൂറലാണ് വിളിക്ക്. ഇനി നോക്കൂ, വിൽ ബി അല്ലെങ്കിൽ ഷാൾ ബി. വിൽ ബി ഓർ ഷാൾ ബി, അത് ഫ്യൂച്ചർ ടെൻസ് ആണ് അല്ലേ. അപ്പൊ ഇത് നോക്കൂ, ഇത് പ്രസന്റ് ടെൻസിലുള്ളതാണ്. ഇത് പാസ്റ്റ് ടെൻസിലുള്ളതാണ്. വാസ് ആൻഡ് വെയർ. ഫ്യൂച്ചർ ടെൻസിൽ, ഇൻ ഫ്യൂച്ചർ ടെൻസ് വിൽ ബി ആൻഡ് ഷാൾ ബി. പ്രസന്റ് ടെൻസിന്റെ മലയാളം എന്താ? വർത്തമാന കാലം. പാസ്റ്റ് ടെൻസിന്റെ വർത്തമാനം എന്താ? ഭൂതകാലം, കഴിഞ്ഞ കാലം. ഫ്യൂച്ചർ ടെൻസിന്റെ മലയാളം എന്താ? ഭാവി കാലം, വരാൻ പോകുന്ന അല്ലേ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രസന്റ് ടെൻസ് എന്ന് പറയും, വർത്തമാന കാലം. മുമ്പ് നടന്നു കഴിഞ്ഞ കാര്യങ്ങളെ നമ്മൾ ഭൂതകാലം എന്ന് പറയും, പാസ്റ്റ് ടെൻസ്. ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും, ഭാവി കാലം എന്ന് പറയും. ഇവിടെ നമ്മൾ ഫോംസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഈസ്, ആം, ആർ, വാസ്, വെയർ, വിൽ ബി ഓർ ഷാൾ ബി, ഇതെല്ലാം ബിയുടെ രൂപങ്ങളാണ്. ഇൻ പ്രസന്റ് ടെൻസ് ഈസ്, ആം, ആർ. ഇൻ പാസ്റ്റ് ടെൻസ് വാസ് ആൻഡ് വെയർ. ഇൻ ഫ്യൂച്ചർ ടെൻസ് വിൽ ബി ആൻഡ് ഷാൾ ബി. അപ്പൊ ഇനി വിച്ച് ആർ ദ ഫോംസ് ഓഫ് ബി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഈസ്, ആം, ആർ, വാസ്, വെയർ, വിൽ ബി ഓർ ഷാൾ ബി. ഈസ്, ആം, ആർ, വാസ്, വെയർ, വിൽ ബി ഓർ ഷാൾ ബി. നീ മറക്കൂ. അപ്പൊ ബിയുടെ രൂപങ്ങൾ ഏതൊക്കെയാണ്? വിച്ച് ആർ ദ ഫോംസ് ഓഫ് ബി? ഫോംസ് ഓഫ് ബി ആർ ഈസ്, ആം, ആർ, വാസ്, വെയർ, വിൽ ബി, ഷാൾ ബി. മനസ്സിലായോ? അപ്പൊ ഇതില് ഈസ്, ആം, ആർ എന്ന് പറഞ്ഞാൽ ഇപ്പോ നടക്കുന്ന കാര്യങ്ങളാണ്. ഈസ്, ആം, ആർ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ഈസ്, ആം, ആർ എന്നിവ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങൾ പറയാനാണ് വാസും വെയറും ഉപയോഗിക്കുന്നത്. ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയാനാണ് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതേപോലെയുള്ള ഇതിലുള്ള സെന്റൻസുകൾ എഴുതി പഠിക്കും. മനസ്സിലായോ? ഇവിടെ നമുക്ക് ഈസ് ഉപയോഗിച്ചാണ് സെന്റൻസ് അല്ല. നോക്കൂ, he is a teacher.
ഇത് പ്രസന്റ് ടെൻസിലുള്ളതാണ്. ഹി ഈസ് എ ടീച്ചർ. അദ്ദേഹം ഒരു അധ്യാപകനാണ്. ഹി ഈസ് എ ടീച്ചർ. അത് പ്രസന്റ് ടെൻസ് ആണ്. ഹി ഈസ് എ ടീച്ചർ. എഴുതാൻ സമയത്ത് ഞാൻ വേറെ എഴുതിയിട്ടിട്ട് നാളത്തെ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചോദിച്ചാണ്. ഹി ഈസ് എ ടീച്ചർ. കണ്ട, ഈസ് ഉപയോഗിച്ചാണ്. ഇവിടെ ഈ ഈസ് വരാൻ കാര്യം നോക്കണേ, ശ്രദ്ധിക്കണം. ഹി എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? ഒരാളെ, ഏകവചനമാണ്. അപ്പോൾ ഒരാളെ കുറിച്ച് മാത്രം സൂചിപ്പിക്കാനായതുകൊണ്ടാണ് നമ്മളിവിടെ ഈസ് ഉപയോഗിച്ചാണ്. ഈസ് സിംഗുലറാണ്, ഏകവചനമാണ്. ഇവിടെ ഷീ ആണെങ്കിലും ഈസ് വരും. ഇവിടെ എ ബോയ് ആണ്, എ ബോയ് ഈസ് എ ടീച്ചർ എന്നാണെങ്കിൽ, എ ബോയ് ആണെങ്കിൽ ഇവിടെ എന്താ വരിക? ഈസ് എന്ന്. മനസ്സിലായോ? അത് മനസ്സിലായോ? അപ്പൊ ഇറ്റ് ഈസ് എ ഡോഗ്. ഇറ്റ് ഈസ് എ ഡോഗ്. ഒരു ഡോഗിനെ കുറിച്ച് സൂചിപ്പിക്കാൻ നമ്മൾ ഈസ് ഉപയോഗിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഹി സിംഗുലർ ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? ഈസ് വന്നത്. അതായത് ഏകവചനം, ഒരാളെ, ഒരു വസ്തുവിനെ സൂചിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഈസ് എ ടീച്ചർ. അദ്ദേഹം ഒരു ടീച്ചറാണ്. ഇനി നോക്കൂ, ഇതിന്റെ പാസ്റ്റ് രൂപം നമ്മൾ എഴുതുമ്പോൾ നോക്കൂ, ഹി വാസ് എ ടീച്ചർ. അദ്ദേഹം ഒരു ടീച്ചർ, അധ്യാപകൻ ആയിരുന്നു മുമ്പ്. അദ്ദേഹം ഒരു അധ്യാപകൻ ആയിരുന്നു. ഹി വാസ് എ ടീച്ചർ. അവിടെ ഈ ഹി എന്ന് പറയുന്നത് ഹി സിംഗുലർ ആയതുകൊണ്ടാണ് ഇവിടെ പാസ്റ്റ് ടെൻസിൽ വാസ് വന്നത്. ഈ എഴുതിയ സെൻറ്റൻസ് പാസ്റ്റ് ടെൻസ് ആണ്. ഇത് മനസ്സിലായോ? ഇതിന്റെ താഴെ എഴുതുന്ന സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ താഴെ എഴുതണം. നോക്കൂ, ഹി സിംഗുലർ ആണല്ലോ, ഏകവചനമാണല്ലോ, ഒരാളേ ഉള്ളൂ. അപ്പോൾ വാസ് ആണ് വരുന്നത്. പാസ്റ്റ് ടെൻസ് പറയാം. പ്രസന്റ് ടെൻസിൽ അത് ഈസ് ആയിരുന്നു. കണ്ട, ഹി വാസ് എ ടീച്ചർ. ഇവിടെ ഹി ഈസ് എ ടീച്ചർ. പ്രസന്റ് ടെൻസിൽ ഹി ഏകവചനം വന്നാൽ, ഏകവചന സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ, ഒന്നിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഈസ്. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വാസ്. അപ്പോൾ ഹി ഈസ് എ ടീച്ചർ, അദ്ദേഹം ഒരു ടീച്ചറാണ്. ഹി വാസ് എ ടീച്ചർ, അദ്ദേഹം ഒരു ടീച്ചർ ആയിരുന്നു. കഴിഞ്ഞ കാര്യം അല്ലേ? ഇനി അടുത്ത് നോക്കൂ, ഹി വിൽ ബി എ ടീച്ചർ. ഹി വിൽ ബി എ ടീച്ചർ. ഇവിടെ വിൽ ബിയും ഷാൽ ബിയും ഉണ്ട്. അതിൽ ഐ ബി എന്നിവ വരുമ്പോഴാണ് ഷാൽ ബി ഉപയോഗിക്കുന്നത്. മറ്റേതുണ്ടാലും വിൽ ബി ഉപയോഗിക്കണം. ഇവിടെ ഇത് ഹി ആണല്ലോ. ഹി ആയതുകൊണ്ട് ഇവിടെ വിൽ ബി വന്നു. ഹി വിൽ ബി എ ടീച്ചർ. ഹി ഷാൽ ബി എ ടീച്ചർ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളും വരാം. ഇവിടെ നമ്മളിപ്പോൾ ഇത് ഉപയോഗിച്ചാൽ ഹി വിൽ ബി എ ടീച്ചർ. അദ്ദേഹം ഒരു ടീച്ചർ ആകും. പിന്നീട് ആകുന്ന അല്ലേ, ഭാവി കാലത്ത് ഒരു ടീച്ചർ ആകുന്ന. അപ്പോൾ നോക്കാം, നമ്മൾ വർത്തമാനകാലത്തിലൊരു സെന്റൻസ് പഠിച്ചു, ഭൂതകാലത്തിലൊരു സെന്റൻസ് പഠിച്ചു, ഭാവി കാലത്തിലൊരു സെന്റൻസ് പഠിച്ചു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രസന്റ് ടെൻസിൽ ഒരു സെന്റൻസ് പഠിച്ചു, പാസ്റ്റ് ടെൻസിൽ ഒരു സെന്റൻസ് പഠിച്ചു, ഫ്യൂച്ചർ ടെൻസിൽ ഒരു സെന്റൻസ് പഠിച്ചു. അപ്പോൾ ഹി ഈസ് എ ടീച്ചർ. ഹി ഈസ് എ ടീച്ചർ. കൂടെ പറ, അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? He was a teacher. And the future tense എന്താ? He will be a teacher. He is a teacher. He was a teacher. He will be a teacher. He is a teacher. He was a teacher. He will be a teacher. He is a teacher. He was a teacher. He will be a teacher. He is a teacher. He was a teacher. He will be a teacher. He is a teacher. He was a teacher. He will be a teacher. He is a teacher. He was a teacher. He will be a teacher. He is a teacher. He was a teacher. He will be a teacher. മനസ്സിലായോ? അപ്പോൾ ബിയുടെ ഒരു ഫോം ആണല്ലോ ഈ അത് ചോദിച്ച് നമ്മൾ സെൻറ്റൻസ് ഇവിടെ ഉണ്ടാക്കി. മറ്റൊരു രൂപമാണ് വാസ്, അത് ചോദിച്ച സെൻറ്റൻസ് ഉണ്ടാക്കി. മറ്റൊരു രൂപമാണിത്, ഇത് ചോദിച്ച് നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കി. മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്തത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാനുള്ളത് പിന്നീട് ഞാൻ പോയി എഴുതിയിട്ടേ. ഇനിയിപ്പോൾ തൽക്കാലം ഞാൻ ഇതൊക്കെ മാറ്റിയിട്ട് ഇപ്പോഴാ നോക്കൂ, ആം കിടക്കുന്നു അല്ലേ? ഈ ആമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആം എന്ന് പറയുന്നത് ഐയുടെ കൂടെ മാത്രം ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബാണ്. ബിയുടെ ഒരു രൂപമാണ് ആം. ഐ സബ്ജക്റ്റായി, ഐ കർത്താവായി വരുമ്പോൾ
ഐയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ കുറിച്ച് തന്നെ പറയില്ലേ? ഐ ആം എ ബോയ്, ഐ ആം എ ടീച്ചർ, ഐ ആം എ സ്റ്റുഡൻറ് എന്നൊക്കെ പറയില്ലേ? അങ്ങനെ ഐ ഉപയോഗിക്കുമ്പോൾ ഈസ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല, ആറും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഉപയോഗിക്കണം? ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു ടീച്ചർ ആകുന്നു. ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാകുന്നു. മനസ്സിലായോ? ഇനി അതിന്റെ പാസ്റ്റ് ടെൻസ് എഴുതുമ്പോൾ പക്ഷേ ഇനി ആം എഴുതിയാൽ പോരാ. ഐയുടെ പാസ്റ്റ് ടെൻസിന്റെ കൂടെ ഏത് എഴുതാം? ബിയുടെ ഒരു രൂപമായ വാസ് എഴുതാം. ഐ വാസ് എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആയിരുന്നു. ഐ വാസ് എ ടീച്ചർ. ഐയുടെ കൂടെ എന്ത് ഉപയോഗിക്കാം? വാസ് ഉപയോഗിക്കാം പാസ്റ്റ് ടെൻസിൽ. പക്ഷെ പ്രസന്റ് ടെൻസിൽ ആമേ ഉപയോഗിക്കാവൂ. ഐ ആം എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ. ഇനി നോക്കൂ, ഞാനൊരു ടീച്ചർ ആകുമെന്നാണെങ്കിലോ ഐ ബി എന്ന് വരുമ്പോൾ ഇവിടെ വിൽ ബി ഷാൾ ബിയും ഉണ്ട് അല്ലേ? ആ വിൽ ബി ഷാൾ ബി ഷാൾ ബി ആണ് ഉപയോഗിക്കുന്നത്. ഐയും ബിയും വരുമ്പോൾ സാധാരണ നിലയ്ക്ക് ഷാൾ ബി ഉപയോഗിക്കണം. വിൽ ബി എന്ന് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് വിൽ ബി ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എങ്കിലും നിയമാനുസൃതം ഐയുടെയും ബിയുടെയും കൂടെ ഷാൾ ബി, മറ്റുള്ളവയുടെ കൂടെ വിൽ ബി, അങ്ങനെയാണ് ഉപയോഗിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഐ ഷാൾ ബി എ ടീച്ചർ, ഐ ഷാൾ ബി എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആകും. ഐ ആം എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ, ഐ ഷാൾ ബി എ ടീച്ചർ. ഞാനിപ്പോൾ സാറാണ്, ഞാൻ ഇന്നലെ വരെ സാറായിരുന്നു, ഞാൻ നാളെ സാറാകും. മനസ്സിലായ? ഐ ആം എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ, ഐ ഷാൾ ബി എ ടീച്ചർ. ഐ ആം എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ, ഐ ഷാൾ ബി എ ടീച്ചർ. ഐ ആം എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ, ഐ ഷാൾ ബി എ ടീച്ചർ. ഐ ആം എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ, ഐ ഷാൾ ബി എ ടീച്ചർ. മനസ്സിലായ? ഐ ആം എ ടീച്ചർ നൗ, ഐ വാസ് എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ പാസ്റ്റ് ടെൻസ് അല്ലേ? ഐ ഷാൾ ബി എ ടീച്ചർ, ഐ ഷാൾ ബി എ ടീച്ചർ. അപ്പോൾ ഐ ആം എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ, ഐ ഷാൾ ബി എ ടീച്ചർ. മനസ്സിലായി? അപ്പോൾ ഐയുടെ കൂടെ പ്രസന്റ് ടെൻസിലെ ഏത് ഹെൽപ്പിംഗ് വെർബാണ് ഉപയോഗിക്കുന്നേ? ബിയുടെ ഏത് രൂപമാണ് ഉപയോഗിക്കുന്നേ? ഐയുടെ കൂടെ പ്രസന്റ് ടെൻസിൽ ഏത് ഉപയോഗിക്കും? ആം ഉപയോഗിക്കും. ഐ ആം എ ടീച്ചർ. പാസ്റ്റ് ടെൻസിൽ ഏത് ഉപയോഗിക്കും? വാസ് ഉപയോഗിക്കും. ഐ വാസ് എ ടീച്ചർ. മോൾ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിച്ചു. ഐ വാസ് എ ടീച്ചർ, ഐ ഷാൾ ബി എ ടീച്ചർ. ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ, ഐ ഷാൾ ബി എ ടീച്ചർ. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇതിന്റെ ബിയുടെ എല്ലാ രൂപങ്ങളും ഉപയോഗിച്ച് നമ്മൾ ഓരോ സെന്റൻസ് ആണ്. ഇനി നമുക്ക് ആറിലേക്ക് വരാം. ആറിലേക്ക് വരുമ്പോൾ ആറെന്ന് പറയുന്നത് പ്ലൂറലാണ്, ബഹുവചനമാണ്. ഒന്നിലധികമുള്ള കാര്യങ്ങളെ, ഇപ്പൊ സബ്ജക്റ്റ് കർത്താവ് അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ സബ്ജക്റ്റ് ഒന്നേ ഉള്ളുവെങ്കിൽ, സബ്ജക്റ്റ് കർത്താവ് പ്രവൃത്തി ചെയ്യുന്ന ആൾ ഒന്നേ ഉള്ളുവെങ്കിൽ നമ്മൾ ഈസ് മാവുമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒന്നിലധികം ഉണ്ടെങ്കിൽ സബ്ജക്റ്റ് അഥവാ കർത്താവ് ഒന്നിലധികം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ആർ എന്ന് ഉപയോഗിക്കും. മനസ്സിലായ? അതിന് ഇപ്പൊ നമ്മൾ നോക്കൂ, ഹി എന്നുള്ളതിന് പകരം ദേ ഇടാം. ദേ എന്ന് പറഞ്ഞാൽ അവർ. എത്ര പേരുണ്ട്? ദേ അവർ. എത്ര പേരുണ്ട്? അവർ എന്ന് പറഞ്ഞാൽ എത്ര പേരാ? തോനെ, ഒരുപാട് പേര് അല്ലേ? ഒരാളാണോ? അല്ല. അപ്പൊ പ്ലൂറലാണ്. ദേ ആർ. കണ്ട, അവിടെ ഈസ് വാങ്ങുമൊന്നും അല്ല. എന്താണ്? ദേ ആർ. ഒന്നിലധികം പേരുണ്ട്. ദേ ആർ ടീച്ചേഴ്സ്. They are teachers. തോനെ ടീച്ചേഴ്സ്. They are teachers. They are teachers. ഇനി അവർ, ഇതിന്റെ അർത്ഥം എന്താണ്? അവർ ടീച്ചർമാരാണ്, അവർ അധ്യാപകരാണ്, അവർ അധ്യാപകരാണ്. They are teachers. ഇനി അവർ ടീച്ചേഴ്സ് ആയിരുന്നു എന്നെങ്ങനെ പറയും? They കൈതെടുക്കണം. They were, WER, they are teachers. They were
Teachers. They were teachers. അവർ അധ്യാപകർ ആയിരുന്നു. They were teachers. അപ്പോൾ they are teachers. They were teachers. ഇനി നോക്കൂ, അവർ അധ്യാപകരാകുമെന്നാണ് പറയേണ്ടതെങ്കിലോ they will be teachers. They will be teachers. They will be teachers. They are teachers. They were teachers. They will be teachers. They are teachers. They were teachers. They will be teachers. They are teachers. They were teachers. They will be teachers. They are teachers. They were teachers. They will be teachers. മനസ്സിലായ? ഇത്ര കാര്യങ്ങൾ മനസ്സിലായ? ഇനി ഒരു പേര് ഇപ്പം ദേവിക അല്ലെ, ദേവിക is a singer. ദേവിക is a singer. ദേവിക ഒരു സിംഗറാണ്. ദേവിക is a singer, പാട്ടുകാരിയാണ് അല്ലേ? ദേവിക is a singer. ദേവിക ഒരു പാട്ടുകാരിയാണ്. ദേവിക ആൻഡ് ഹന ആർ സിംഗേഴ്സ്. അതിലെ ആറ് വന്നത് ഒന്നിലധികം പേരായി അല്ലേ? ദേവിക ഈസ് എ സിംഗർ. ദേവിക ആൻഡ് ഹന ആർ സിംഗേഴ്സ്. മനസ്സിലായ? ഇനി നോക്കൂ, ദേവിക, നൂറ, അനഘ ആൻഡ് ഹന. ഈ സിംഗേഴ്സ് ആണോ ആർ സിംഗേഴ്സ് ആണോ? ആർ സിംഗേഴ്സ്. എന്തുകൊണ്ട്? ഒരുപാട് പേരുണ്ട്. ഹന ആർ സിംഗേഴ്സ്. ദേവിക, നൂറ, അനഘ ആൻഡ് ഹന ആർ സിംഗേഴ്സ്. പക്ഷെ ദേവിക മാത്രം പറഞ്ഞപ്പോഴോ ദേവിക ഈസ് എ സിംഗർ. ദേവിക ആൻഡ് ഹന ആർ സിംഗേഴ്സ്. ദേവിക, നൂറ, അനഘ ആൻഡ് ഹന ആർ സിംഗേഴ്സ്. മനസ്സിലായോ കുട്ടൻസ്? മനസ്സിലായല്ലോ? ഇനി ഇതേ ഇത് വെച്ച് തന്നെ പാസ്റ്റ് ടെൻസ് എല്ലാം. ദേവിക was a singer. ദേവിക ഒരു സിംഗറായി. ദേവിക ഒരു പാട്ടുകാരി. ദേവിക ആൻഡ് അനഘ വാസാണോ വേറാണോ? വേറാണ് അല്ലേ? ദേവിക ആൻഡ് അനഘ വേർ സിംഗേഴ്സ്. കാരണം എന്താ? അവർ രണ്ടുപേരുണ്ട്, ഒന്നിലധികം ഉണ്ട്, പ്ലൂറലായില്ലേ? ഇത് സിംഗുലറാ, ദേവിക മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് പ്ലൂറലാണ്, ദേവിക അനഘ. ഇനി നേരെ മറിച്ച് ദേവിക, അനഘ, നൂറ ആൻഡ് ഹന. ഇനി ഏത് ഉപയോഗിക്കും? ഹന ഏത് ഉപയോഗിക്കും? വാസ് ഉപയോഗിക്കുവോ വേർ ഉപയോഗിക്കുമോ? ഏത് ഉപയോഗിക്കും? വേർ ഉപയോഗിക്കും. വേർ. എന്തുകൊണ്ട്? ഒന്നിലധികം തന്നെ ഉണ്ടല്ലേ? ദേവിക വാസ് എ സിംഗർ, ബട്ട് ദേവിക ആൻഡ് അനഘ വേർ സിംഗേഴ്സ്. ദേവിക, അനഘ, നൂറ ആൻഡ് ഹന വേർ സിംഗേഴ്സ്. മനസ്സിലായോ? ഇനി മറക്കൂലല്ലോ. ഇനി അടുത്തത് നമുക്ക് ഫ്യൂച്ചർ ടെൻസിലെ ഒരു സെന്റൻസ് പോലെ എഴുതാം. അനഘ will be a singer. അനഘ will be a singer. അനഘ ഒരു പാട്ടുകാരി. ഇനി അനഘയും ആൻഡ് നൂറ
വിൽ ബി തന്നെ കേട്ടോ. വിൽ ബി സിംഗർ ആണോ? സിംഗേഴ്സ്. പഠിക്കുക നൂറയ്ക്കറിയാം. അനഘ ആൻഡ് നൂറ വിൽ ബി സിംഗേഴ്സ്. ഇനി അനഘ നൂറ അന ആൻഡ് ദേവിക വിൽ ബി എന്ത് സിംഗേഴ്സ്. കണ്ട അനഘ വിൽ ബി എ സിംഗർ. അനഘ ആൻഡ് നൂറ വിൽ ബി സിംഗേഴ്സ്. അനഘ നൂറ ഹന ദേവിക ഹന ആൻഡ് ദേവിക. ഇവിടെ ഒരു ആൻഡ് വിളിക്കുന്നു. ആൻഡ് ദേവിക വിൽ ബി സിംഗേഴ്സ്. അനഘ നൂറ ഹന ആൻഡ് ദേവിക വിൽ ബി സിംഗേഴ്സ്. അനഘയും നൂറയും ഹനയും ദേവികയും എല്ലാം പാട്ടുകാരായി തീരും എന്നാണ് ഇത്. മനസ്സിലായല്ലോ? അപ്പൊ ഇനി ഇത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരും. ഒന്നുകൂടെ പറഞ്ഞാൽ ഫിനിഷ് ചെയ്യണം. ഫോംസ് ഓഫ് ബി. ബിയുടെ രൂപങ്ങൾ ഏതൊക്കെയാ? ഈസ്, ആം, ആർ in present tense, was, were in past tense, will be or shall be in future tense. അപ്പോൾ ഇനി ഈസ്, ആം, ആർ, വാസ്, വേർ, വിൽ ബി, ഷാൾ ബി, ഇത് ഇത്രയും ബിയുടെ രൂപങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും എവിടെയെങ്കിലും ചോദിക്കാം ഏതാണ് ബിയുടെ രൂപങ്ങൾ എന്ന് ചോദിച്ചാൽ അപ്പോഴേ നമ്മൾ പറയണം ഈസ്, ആം, ആർ, വാസ്, വേർ, വിൽ ബി, ഷാൾ ബി. ഈസാമാർ, 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 വാസ്, വേർ, വിൽ ബി, ഷാൾ ബി. പെട്ടെന്ന് പറഞ്ഞു. ഈസാമാർ, വാസ്, വേർ, വിൽ ബി, ഷാൾ ബി. 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 Summer was where will be shall be. Sit down. There we go. This summer was where will be shall be. Nora. This summer was where will be shall be. This summer was where will be shall be. ഇനി മറക്കൂലല്ലോ. ഈ സമ്മർ വാസ് വെയർ will be shall be എന്ന് പറഞ്ഞാൽ എന്താ? എന്താ? parts of parts of ഇതാണ്. parts of B. Forms of B. അത് പറഞ്ഞല്ലേ ബിയുടെ രൂപങ്ങൾ. ഈ സമ്മർ വാസ് വെയർ വിൽ ബി ഷാൾ ബി. ഇവ ബിയുടെ രൂപങ്ങളാണ്. ബി ഫോംസ്. ഫോംസ് ഓഫ് ബി. ഫോംസ് ഓഫ് ബി. ഫോംസ് ഓഫ് ബി. ബി ആൻഡ് ഇറ്റ്സ് ഫോംസ്. ബി ആൻഡ് ഇറ്റ്സ് ഫോംസ്. ബി ആൻഡ് ഇറ്റ്സ് ഫോംസ്. ഫോംസ് ഓഫ് ബി ഏതൊക്കെയാണ്? ഫോംസ് ഓഫ് ബി. ഈ സമ്മർ വാസ് വെയർ വിൽ ബി ഷാൾ ബി. ഈ സമ്മർ വാസ് വെയർ വിൽ ബി ഷാൾ ബി. അപ്പോൾ ഒന്ന് വേണ്ടിക്കുന്നത് പറഞ്ഞിരിക്കുന്നു കേട്ടോ. എല്ലാവരിലെയും മരങ്ങളൊക്കെ പറയണം. ഫോംസ് ഓഫ് ബി. ഈ സമ്മർ വാസ് വെയർ ജീവനുണ്ട്. അല്ലെങ്കിൽ കസേര രണ്ടു മൂന്ന് കസേര അങ്ങോട്ട് എടുത്തിട്ടിട്ട് അത് കുട്ടികളാണ് സങ്കല്പിക്കുന്നത്. നമ്മൾ സാറായിട്ട് പഠിപ്പിക്കും. ബിയുടെ രൂപങ്ങൾ. ഫോംസ് ഓഫ് ബി. ഈ സമ്മർ വാസ് വെയർ വിൽ ബി ഷാൾ ബി. മനസ്സിലായോ? നിങ്ങൾക്കൊക്കെ കുഴപ്പമില്ല. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് അമ്മയോടോ അച്ഛനോടോ അനിയത്തിയോടോ അനിയനോടോ ചേട്ടനോടോ ചേച്ചിയോടോ പറഞ്ഞാൽ മതിയല്ലോ. മനസ്സിലായോ? അപ്പൊ ഇതിന് സംശയമൊന്നുമില്ലല്ലോ. മറക്കോതില്ലേ? ഏത് എത്ര എണ്ണമാണ് ഈ ഫോംസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ് ഇപ്പൊ പഠിച്ചത്? 7. Is are was where will be shall be. Is are was where will be or shall be. Okay? Marakulilla. Marakul.
മറക്കൂടെ? ഇല്ല. മറക്കരുത്.